എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പരിശോധിക്കാം പ്രധാന വാർത്തകൾ. News headlines brought to you by Happy Jacks. Happy keeps everybody happy. RSSന്റെ പ്രവർത്തനം രാഷ്ട്ര പുരോഗതിക്കെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സംഘയാത്ര 100 വർഷം പൂർത്തിയായെന്നും ശതാബ്ദി പ്രഭാഷണ പരമ്പരയിൽ സർസംഘചാലക്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി ഭാരതം. ആധുനിക യുദ്ധരീതിയായിരുന്നു എന്ന് സംയുക്ത സേനാ മേധാവി. സുദർശന ചക്രം ഭാരതത്തിന്റെ വാളും പരിചയും. ആക്രമണത്തിന് സുദർശന ചക്ര ഇനിയും സജ്ജമെന്ന് ജനറൽ അനിൽ ചൗഹാൻ. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ സ്റ്റാലിൻ പങ്കെടുക്കില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം ഹൈന്ദവ പ്രതിഷേധം ഭയന്ന്. അവിശ്വാസികളെ സംഗമത്തിലേക്ക് എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി വിശ്വഹിന്ദു പരിഷത്തും ശബരിമല കർമ്മസമിതിയും. രാജ്യാന്തരം നേരെ പോകുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ്. സംഘയാത്ര 100 വർഷം പൂർത്തിയായതായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സ്വന്തം രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായാണ് സംഘം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദേശത്തിനും ലോകത്തിനും ഉയർന്ന സ്ഥാനം ലഭിക്കണമെന്നും അതാണ് ലക്ഷ്യമെന്നും ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. ഭാരത് മാതാ കീ ജയ് എന്നത് മാത്രമാണ് ആശയം. ഭാരതം ലോകത്തിന് വഴികാട്ടിയാകുന്ന സമയം വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ സംവാദ പരമ്പരയിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. क्यों शुरू हुआ, इतनी सारी बाधाएं वगैरह आई, स्वयंसेवकों ने सारी कठिन परिस्थितियों में से रास्ता निकालकर इसको चलते क्यों रखा और 100 साल चलने के बाद भी नए क्षितिजों की बात क्यों कर रहा है, इसका अगर एक वाक्य में आपको उत्तर देना है तो वो वाक्य संघ की प्रार्थना के अंत में हम स्वयंसेवक लोग रोज कहते हैं, भारत माता की जय. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ഡൽഹി വിജ്ഞാൻ ഭവൻ എന്ന് പറയുന്നത് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സംവാദ പരമ്പര നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ സംവാദത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പരാമർശിച്ചത്? ഗൗതം, രാഷ്ട്രീയ സ്വയം സേവക സംഘം 100 വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് സർസംഘചാലകിൻ്റെ പ്രഭാഷണ പരമ്പര തയ്യാറാകുന്നത്. അതിന് ആദ്യ പ്രഭാഷണമാണ് ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ നടന്നിട്ടുള്ളത്. ഡൽഹിയെ കൂടാതെ ബംഗളൂരു, കൊൽക്കത്ത, മുംബൈ എന്നീ 3 നഗരങ്ങളിലാണ്, ആകെ 4 നഗരങ്ങളിൽ, ഡൽഹിയിലും കൊൽക്കത്തയിലും മുംബൈയിലും ബംഗളൂരുവിലുമായി 4 നഗരങ്ങളിൽ സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പ്രഭാഷണം നടത്തും. ഇന്ന് നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് തന്നെയും സംഘത്തിൻ്റെ പ്രവർത്തനം 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സംഘത്തെക്കുറിച്ച് പുതുതായി എന്താണ് സമൂഹത്തോട് പറയാനുള്ളത് എന്ന് കുറേ അധികം ആലോചിച്ചു. എന്നാൽ പുതുതായി സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്നും പറയാനില്ല. സംഘം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ സംഘത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഒടുവിൽ എല്ലാ സ്വയം സേവകരും പറയുന്ന കാര്യമുണ്ട്, ഭാരത് മാതാ കി ജയ്. നമ്മുടെ സ്വന്തം രാജ്യം വിജയിക്കട്ടെ എന്ന ആശയത്തിന് വേണ്ടി മാത്രമാണ് സംഘത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. രൂപീകരണ വേളയിൽ, RSSന്റെ രൂപീകരണ വേളയ്ക്ക് മുൻപ് സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര വേദികളിൽ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. സംഘത്തിൻ്റെ സർസംഘചാലകായ ശേഷവും അദ്ദേഹം അത്തരം പരിപാടികളിലും പ്രവർത്തനങ്ങളിലും സമരത്തിലും പങ്കെടുത്തു. പിന്നീട് സമാജത്തിൻ്റെ ഗുണകരമായ പ്രവർത്തനത്തിനും ശ്രദ്ധ ആവശ്യമാണ്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോഴും നമ്മുടെ സമാജം ഗുണകരമായി മുൻപോട്ട് പോകണം എന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും RSSന് നൽകുകയും സംഘം വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ ഉയർച്ച മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ പ്രവർത്തനം 100 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഭാരതം ലോകത്തിന് വഴികാട്ടിയാകുന്ന കാലഘട്ടം അല്ലെങ്കിൽ അത്തരത്തിലൊരു
സമയം വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് RSSന്റെ സർസംഘചാലകളായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭഗവത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ലോകത്തെക്കുറിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ വിവിധ ദേശങ്ങൾ, വിവിധ രാജ്യങ്ങൾ, വിവിധ സ്വഭാവത്തിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള വലിയ വൈവിധ്യം ഈ മാനവരാശിയിൽ കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ രാജ്യം ഭാരതം എന്തുകൊണ്ട് മുന്നിട്ട് നിൽക്കണം, ഉയർന്നു നിൽക്കണം എന്നുള്ള ചിന്താഗതികളുണ്ടാകും. ദേശത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ സമാധാനം ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മണ്ണ്, ഈ ഭാരതം എപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാരതം എപ്പോഴും ഉയർന്നു നിൽക്കണം, അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഈ ഒരു കാലഘട്ടം എന്നുള്ളത് ലോകത്തിന് മുഴുവൻ ഭാരതം വഴികാട്ടുന്ന സമയം വന്നെത്തിയിരിക്കുന്നു. കൂടാതെ സ്വാമി ദയാനന്ദ സരസ്വതി, കൂടാതെ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരുടെ പ്രേരണയാണ് ഈ മണ്ണിനെ ഇപ്പോഴും നയിക്കുന്നത്. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഈ പുണ്യപുരാതന ഭൂമിയുടെ സത്വത്തിലേക്ക് തിരിച്ചു പോകണം, ആ സാംസ്കാരിക പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാകണം മുൻപോട്ട് പോകുന്നത്. അതുതന്നെയാണ് സംഘവും ചെയ്യുന്നത് എന്ന് തന്നെയാണ് ആ സർസംഘചാലക് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 100 വർഷം തികയുമ്പോൾ സാധാരണ ഒരു സംഘടനയാണെങ്കിൽ വലിയ ആഘോഷ പരിപാടികളുടെ വേളയാകണം ഇത്. പക്ഷേ RSSന്റെ ഭാഗത്തുനിന്ന് സമാജത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങുന്നതിന് ഇത്തരത്തിൽ പ്രഭാഷണ പരമ്പരകളും സമാജ സേവനത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടുമാണ് സംഘം ശതാബ്ദി വർഷത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ലക്ഷ്യം എന്നത് ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ പരംവൈഭവമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്ക്, അതിൻ്റെ ആ പരിപാടികളിലേക്ക് കടക്കാൻ പോകുന്നതിന് മുന്നോടിയായി രാജ്യതലസ്ഥാനത്ത് വിജ്ഞാൻ ഭവനിൽ RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംവാദ പരമ്പരയിൽ പങ്കെടുക്കുകയാണ്. ഈ സംവാദ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ജമ്മു കാശ്മീരിലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അത്ഖ്വാരയിലെ ഇന്ദ്രപ്രസ്ഥ ഭോജനാലയത്തിന് സമീപമായിരുന്നു മണ്ണിടിച്ചിൽ. സംഭവത്തെ തുടർന്ന് ഖത്രയിൽ നിന്നുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കി. കശ്മീരിൽ തുടരുന്ന കനത്ത മഴയിൽ നദികളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുകയാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ ദേശീയപാതകൾ അടച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ തുടർച്ചയായി ഇപ്പോൾ ഉത്തരഭാരതത്തിൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഇത്തരം സംഭവങ്ങൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വൈഷ്ണവദേവി ക്ഷേത്രത്തിന് സമീപത്തുണ്ടായത് എന്താണ്? ഗൗതം, ഹിമാലയൻ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും, അത് ഡൽഹിയിലടക്കം കനത്ത മഴ ഇടവിട്ട് തുടരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് ജമ്മു കശ്മീരിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. ഇന്ന് ദോഡ ജില്ലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായി. മിന്നൽ പ്രളയത്തിൽ 5 പേർ മരിച്ചു എന്നുള്ള വിവരം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. നിരവധി പേരെ കാണാതായി, ഏതാണ്ട് 14-ലധികം പേരെ കാണാതായി എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്കുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ ലഭിക്കുന്നു. 10-ലധികം വീടുകൾക്ക് കേടുപാടുണ്ടായി എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇതിനോടകം നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ വൈഷ്ണോദേവി യാത്രയുടെ ഭാഗമായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. ജമ്മു കശ്മീർ ദേശീയപാത അടച്ചു, അതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. വല്ലാത്ത കാലാവസ്ഥ ഉത്തര ഭാരതത്തിൽ എമ്പാടും തന്നെ ഉണ്ടാകുന്നു. അത് ഹിമാചൽ പ്രദേശിലൊക്കെ തന്നെ സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വൈഷ്ണവദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരണപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ജമ്മു കശ്മീരിൽ ജലനിരപ്പ് നദികളിലും മറ്റും ഉയരുകയാണ്. അതിനാൽ തന്നെ ദേശീയപാതകൾ അടച്ചിരിക്കുന്നു. ഖത്രയിൽ നിന്നുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ശ്രീകാന്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വർഷം ഉത്തരഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ശ്രീകാന്ത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി ഭാരതം. ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധരീതിയായിരുന്നുവെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. സുദർശന ചക്ര സംവിധാനം ഭാരതത്തിന്റെ വാളും പരിചയമാണെന്നും സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ ഓർമ്മപ്പെടുത്തി. ഭീകരതയ്ക്കെതിരെ ഭാരതം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധരീതിയായിരുന്നു. അതിൽ നിന്ന് ഭാരതം നിരവധി പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്.
സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രതിരോധ മേഖലയിലെ സുദർശന ചക്ര സംവിധാനം രാജ്യത്തിന്റെ വാളും പരിചയമാകുമെന്നും സംയുക്ത സേനാ മേധാവി പറഞ്ഞു. We have all assembled here to discuss about Operation Sindoor. Well, let me clarify this. Operation Sindoor was a modern conflict from which we learned a number of lessons, and most of them are under implementation. Some have been implemented. The operation is still on. Sudarshan Chakra, India's own Iron Dome or Golden Dome. The Honorable Prime Minister had made a mention of this on 15th of August when he spoke about Sudarshan Chakra. That will enhance India's strategic defense, and he said that he expects it to be rolled out by 2035. Over here, I think the aim is to develop a readiness system to protect India's strategic, civilian and nationally important sites, and it will act both as a shield as well as a sword. സുദർശന ചക്രം എതിരാളികളുടെ വ്യോമമാർഗത്തിലൂടെയുള്ള നീക്കം കണ്ടെത്താനും പിന്തുടരാനും നിർവീര്യമാക്കാനും സാധിക്കും. കൂടാതെ മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രത്യാക്രമണത്തിനും സുദർശന ചക്ര സജ്ജമാണ്. ഭാരതം സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും എന്നാൽ അഹിംസാവാദികളല്ലെന്നും അനിൽ ചൗഹാൻ വ്യക്തമാക്കി. ശക്തിയില്ലാതെ സമാധാനത്തിനു വേണ്ടി നിലകൊള്ളാനാകില്ലെന്നും സംയുക്ത സേനാ മേധാവി പറഞ്ഞു. ജനം, ഡൽഹി. ഇലക്ട്രോണിക് വാഹന രംഗത്ത് പ്രബല ശക്തിയാകാൻ ഭാരതം. സുസുക്കിയുടെ ആദ്യത്തെ ആഗോള ബാറ്ററി EV പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മെയ്ഡ് ഇൻ ഇന്ത്യ BEV ആയ ഈ വിറ്റാര 100ലേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും. അഹമ്മദാബാദിലെ ഹൻസൻപൂരിലുള്ള പ്ലാന്റിലാകും സുസുക്കി ആഗോള വിപണി ലക്ഷ്യമിട്ടുള്ള BEV നിർമ്മിക്കുക. ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 100ലേറെ രാജ്യങ്ങളിലേക്ക് ഇലക്ട്രിക് വാഹനം കയറ്റുമതി ചെയ്യുന്ന പദ്ധതിക്കാണ് മാരുതി സുസുക്കി തുടക്കമിട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഈ വിറ്റാര അവതരിപ്പിച്ചത്. ഭാരതത്തിലെ 4 പ്ലാന്റുകളിലായി 2.6 ദശലക്ഷം യൂണിറ്റ് വാഹനങ്ങൾ നിർമ്മിക്കും. രാജ്യത്ത് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതിന് മുൻപേ UK അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നാണ് പ്രാഥമിക വിവരം. രാജ്യത്തിന്റെ സ്വാശ്രയ കുതിപ്പിലേക്കുള്ള ദിനത്തിനാണ് തുടക്കമായതെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ബാറ്ററി നിർമ്മാണ മേഖലയിലും ഭാരതം മുന്നേറ്റം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ്. തോഷിബ, ഡെൻസോ, സുസുക്കി എന്നീ കമ്പനികളുടെ സംയുക്ത സംരംഭമായ TDS ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ ആഭ്യന്തര ഉൽപാദനവും ആരംഭിക്കും. ഇതോടെ രാജ്യത്തിനാവശ്യമായ 80% ബാറ്ററി പ്രാദേശികമായി നിർമ്മിക്കും. ക്ലീൻ എനർജി ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക്, ജനം. മേക്ക് ഇൻ ഇന്ത്യ യാത്രയിൽ പുതിയ അധ്യായം കുറിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് യാത്രയിലെ വലിയ കുതിച്ചുചാട്ടമാണ് ഇന്നുണ്ടായത്. ഭാരതത്തിൽ നിർമ്മിച്ച ഇലക്ട്രോണിക് വാഹനങ്ങൾ 100ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आज भारत की मेक इन इंडिया इस यात्रा में एक नया अध्याय जुड़ रहा है. ये मेक इन इंडिया, मेक फॉर द वर्ल्ड हमारे उस लक्ष्य की तरफ एक बड़ी छलांग है. आज से भारत में बने इलेक्ट्रिक व्हीकल्स 100 देशों को एक्सपोर्ट किए जाएंगे. അതേസമയം വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് സുസുക്കി. വരുന്ന 6 വർഷത്തിനുള്ളിൽ 70,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് സുസുക്കി മോട്ടോർ കോർപ്പ് അറിയിച്ചു. സുസ്ഥിരമായ ഗതാഗതമെന്ന ഭാരതത്തിന്റെ ദർശനത്തിനൊപ്പമാണ് സുസുക്കി. വികസിത ഭാരതത്തിലേക്ക് ബൃഹത്തായ സംഭാവന നൽകുമെന്ന് CEO തോഷിഹിരോ സുസുക്കി ചടങ്ങിൽ പറഞ്ഞു. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായും CEO കൂട്ടിച്ചേർത്തു. Historical importance for the Suzuki Group. We are deeply honored that the Honorable Prime Minister has placed the 2 landmark projects. His inspiration and visionary leadership had made this day possible. Honorable Prime Minister, when you set foot in Gujarat, you welcomed us with open arms. As Chief Minister of Gujarat, since then, your progressive policies have inspired us to invest in India and Gujarat with full confidence. നാവികസേനയുടെ കരുത്തറിയിക്കാൻ 2 ഭാരത നിർമ്മിത പടക്കപ്പലുകൾ കൂടി. INS ഉദയഗിരിയുടെയും INS
ഹിംഗിരിയുടെയും കമ്മീഷനിംഗ് വിശാഖപട്ടണത്ത് നടന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ആണ് യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകൾ പരിശോധിക്കാം. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിന് ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. KCL 2ാം സീസണിലെ ആദ്യ ഹാട്രിക് സ്വന്തമാക്കി ടൈറ്റൻസിന്റെ MK അജ്നാസ്. അർദ്ധ സെഞ്ചുറി നേടി സഞ്ജുവും ഇമ്രാനും. വിവരങ്ങൾ നിഖിൽ കുമാർ നൽകും. നിഖിൽ, ഈ മത്സരത്തിന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം, തീർച്ചയായും ആവേശം നിറഞ്ഞു നിന്ന ഒരു ത്രില്ലർ പോരാട്ടം എന്ന് പറയാം. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്നൊരു പോരാട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്രത്തോളം ആവേശം നിറഞ്ഞൊരു പോരാട്ടമായിരുന്നു. അവസാനത്തെ ഒരു പന്തിൽ തൃശ്ശൂരിന് ജയിക്കാൻ 4 റൺസ് വേണം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ബൗണ്ടറിയിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നത്. നായകൻ സിജോമോൻ ഒരു ബൗണ്ടറി നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. അവിടെയും ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു. കാരണം ബൗണ്ടറി ലൈനിൽ കൊച്ചി ഫീൽഡർമാർ അത് തടഞ്ഞിടുകയും പിന്നീട് അത് തേടം പേർ ചെക്ക് ചെയ്തിട്ടാണ് ബൗണ്ടറി ചെയ്തത്. അത്രത്തോളം ആവേശം അല്ലെങ്കിൽ ത്രില്ലർ പോരാട്ടം തന്നെ ആയിരുന്നു ഇന്ന് നടന്നതെന്ന് പറയാൻ സാധിക്കും. ഒപ്പം മത്സരത്തിൽ ശ്രദ്ധേയമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ സീസണിലെ ആദ്യത്തെ ഹാട്രിക് പ്രകടനം പിറന്നിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ ടൈറ്റൻസിന്റെ ബോളറായിട്ടുള്ള അജ്നാസിന്റെ ആദ്യ മത്സരം കൂടിയാണ് ഇന്ന് ആദ്യമായി മത്സരത്തിന് ഇറങ്ങിയ താരമാണ് അജ്നാസിനാണ് ഈ ഒരു ഹാട്രിക് നേടാനായത്. ഈ ഹാട്രിക്കിൽ ശ്രദ്ധേയം സഞ്ജു സാംസന്റെ വിക്കറ്റ് അടക്കം നേടിക്കൊണ്ടാണ് ഹാട്രിക് നേടിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഒപ്പം 5 വിക്കറ്റുകൾ, അതായത് 4 ഓവറിൽ 30 റൺസ് വഴങ്ങി 5 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഈ സീസണിലെ ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടം. ഒപ്പം ഏറ്റവും കൂടുതൽ വിക്കറ്റ്, ഒരു ബെസ്റ്റ് ബോളിംഗ് ഫിഗറായും എന്തായാലും അജ്നാസ് മാറിയിട്ടുണ്ട്. ഒപ്പം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം അതും എടുത്തു പറയേണ്ടതാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു ഇന്ന് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ഓപ്പണർ സ്ഥാനത്തേക്ക് ഇറങ്ങിയാണ് സഞ്ജു എന്തായാലും അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം അത് തൃശ്ശൂരിൻ്റെ ഓപ്പണറായിട്ടുള്ള അഹമ്മദ് ഇമ്രാൻ്റെയാണ്. ഇമ്രാൻ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇമ്രാനാണ് ഓറഞ്ച് ക്യാപ്പ്, ഇന്നത്തെ അർദ്ധ സെഞ്ചുറി കൂടി പൂർത്തിയാക്കിയതോടെ ഇമ്രാനാണ് ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും. ഒപ്പം മറ്റൊരു കാര്യമുള്ളത് നായകൻ സിജോമോൻ്റെ അവസാന ഓവറുകളിലെ ഒരു മിന്നൽ പ്രകടനം അതും ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാൻ സാധിക്കും. ഒപ്പം അർജുൻ ഏക്കയുടെ 31 റൺസ്, 16 പന്തിൽ നിന്ന് 31 റൺസ് എടുത്ത അർജുൻ ഏക്കയുടെ പ്രകടനവും അതെന്തായാലും നിർണായകമായിട്ടുണ്ട്. എന്തായാലും വിജയവഴിയിലേക്ക് തൃശ്ശൂർ വീണ്ടും ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും പുരോഗമിക്കുകയാണ്. തൃശ്ശൂർ ടൈറ്റൻസ് ഇന്ന് നടന്ന മത്സരത്തിൽ ഉജ്ജ്വലമായ വിജയം നേടി. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നിഖിൽ കുമാർ നൽകിയത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ജൂതന്മാർക്കെതിരായ ആക്രമണത്തിന് പ്രോത്സാഹനം നൽകിയതിനെ തുടർന്ന് ഓസ്ട്രേലിയയിലെ ഇറാൻ അംബാസിഡറെ പുറത്താക്കി. ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ ജൂതർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കോറിന്റെ പിന്തുണയോടെയാണെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബേനിയോസ് പറഞ്ഞു. തുടർന്നാണ് ഇറാനിയൻ അംബാസിഡറെ പുറത്താക്കിയത്. ടെഹ്റാനിലെ ഓസ്ട്രേലിയയിലെ എംബസിയുടെ പ്രവർത്തനം നിർത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. ആദ്യം പ്രതികരണം കാണാം, അതിനുശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. So discord in our community. A short time ago, we informed the Iranian ambassador to Australia that he would be expelled. We have suspended operations at our embassy in Tehran, and all our diplomats are now safe in a third country. I can also announce the government will legislate to list Iran's Islamic Revolutionary Guard Corps, the IRGC, as a terrorist organisation. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ, ഇസ്ലാമിക ഭീകരവാദത്തിന് വലിയ പിന്തുണയും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയുടെ ഒരു പ്രതീകമായി ഇറാൻ മാറുന്നുവെന്ന് ഇസ്രായേൽ ഒരു ഭാഗത്ത് ഉന്നയിക്കുകയും അടുത്ത കാലത്തത് യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയതുമൊക്കെയാണ്. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. ഐസൺ, തീർച്ചയായും ഗൗതം, ഈ യഹൂദ വിരുദ്ധ ആക്രമണങ്ങൾ ഓസ്ട്രേലിയയിൽ വർദ്ധിക്കുന്നു എന്നൊരു വിവരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഇൻ്റലിജൻസ് വൃത്തങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ പഠനങ്ങൾ നടത്തുകയാണ് എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. ഓസ്ട്രേലിയയിലെ ഇറാൻ്റെ അംബാസിഡറെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ തന്നെ ഇറാനിലെ എംബസി, അതായത് ഇറാനിൽ പ്രവർത്തിക്കുന്ന ആ മിഷനറിയും മിഷൻ സംവിധാനങ്ങളും പിരിച്ചുവിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അതിൻ്റെ കാരണത്തിലേക്ക് അദ്ദേഹം കടന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ്റെ ആ റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്നറിയപ്പെടുന്ന ആ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ നടക്കുകയും ആ സംഘടനയെ അല്ലെങ്കിൽ ആ ഒരു സൈനിക സംവിധാനമായി ഇറാനിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇവർ യഹൂദന്മാർക്കെതിരായ ആക്രമണങ്ങൾക്ക് മുൻകൂർ നടപടികൾക്ക് അല്ലെങ്കിൽ അതിനുള്ള
പ്രോത്സാഹനങ്ങൾ നൽകുന്നു എന്നൊരു ആരോപണം അത് കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള, അതായത് ഇറാനും ഓസ്ട്രേലിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുകയും ഓസ്ട്രേലിയയിലെ ഇറാന്റെ നയതന്ത്ര വളരെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ യഹൂദന്മാർക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ പങ്ക് ഇപ്പോൾ ഓസ്ട്രേലിയ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. ഇതേ തുടർന്നാണ് ഓസ്ട്രേലിയയിലെ ഇറാന്റെ അംബാസിഡറെ പുറത്താക്കിക്കൊണ്ടുള്ള വലിയ നീക്കം ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ സുപ്രധാന വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഐസൺ ജോസ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ രാജ്യാന്തരം ഇവിടെ അവസാനിക്കുന്നു. നമസ്തേ.